Dear students, today let's learn a beautiful poem written by Robert Frost. The title of the poem is Mending Wall. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമുക്ക് റോബർട്ട് ഫ്രോസ്റ്റ് എഴുതിയ മെൻഡിങ് വോൾ എന്ന മനോഹരമായ ഒരു കവിത പഠിക്കാം. ബിഫോർ സ്റ്റഡിങ് ദ പോം, ലെറ്റ്സ് ലേൺ എ ഫ്യൂ തിങ്സ് അബൌട്ട് ദ പോയറ്റ്. കവിത പഠിക്കുന്നതിന് മുൻപായി റോബർട്ട് ഫ്രോസ്റ്റ് എന്ന കവിയെക്കുറിച്ച് നമുക്ക് ചില കാര്യങ്ങൾ പഠിക്കാം. റോബർട്ട് ലീ ഫ്രോസ്റ്റ് വാസ് ആൻ അമേരിക്കൻ പോയറ്റ്. റോബർട്ട് ലീ ഫ്രോസ്റ്റ് ഒരു അമേരിക്കൻ കവിയാണ്. ദ മെയിൻ തീം ഓഫ് റോബർട്ട് ഫ്രോസ്റ്റ് പോയംസ് ഈസ് നേച്ചർ ആൻഡ് ഹ്യൂമാനിറ്റി. റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ കവിതകളിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ പ്രകൃതിയും മനുഷ്യത്വവും ആണ്. ഹി വാസ് നോൺ ഫോർ ഹിസ് ഡെപിക്ഷൻസ് ഓഫ് റൂറൽ ലൈഫ്. തനതായ ഗ്രാമീണ ജീവിതം അവതരിപ്പിക്കുന്നതിൽ അദ്ദേഹം വളരെ പ്രശസ്തനാണ്. ഹി ടുക്ക് സിംബൽസ് ആൻഡ് മെറ്റഫേഴ്സ് ഫ്രം ഡെയിലി ലൈഫ്. സാധാരണ ജീവിതത്തിൽ നിന്നാണ് അദ്ദേഹം ഉപമകളും ഭാവാർത്ഥങ്ങളും എടുക്കാറുള്ളത്. ട്രഡീഷണൽ ആൻഡ് മോഡേൺ എലമെൻറ്റ്സ് ആർ മിങ്കിൾ ഇൻ ഹിസ് പോയംസ്. അദ്ദേഹത്തിൻ്റെ ഒട്ടുമിക്ക കവിതകളിലും പരമ്പരാഗതമായ ചിന്താഗതികളും ആധുനിക ചിന്താഗതികളും നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ പഠിക്കാൻ പോകുന്ന മെൻഡിങ് വോൾ എന്ന കവിതയിൽ തന്നെ പരമ്പരാഗത ചിന്താഗതിയും ആധുനിക ചിന്താഗതിയും നമുക്ക് കാണാൻ സാധിക്കും. ദിസ് ഈസ് ദ സെൻട്രൽ തീം ഓഫ് ദ പോയം മെൻഡിങ് വോൾ. മെൻഡിങ് വോൾ എന്ന കവിതയുടെ ആശയം ഇതാണ്. എ സ്റ്റോൺ വാൾ സെപ്പറേറ്റ്സ് ദ സ്പീക്കേഴ്സ് പ്രോപ്പർട്ടി ഫ്രം ഹിസ് നെയ്ബേഴ്സ്. ഒരു കയ്യാല അല്ലെങ്കിൽ പാറക്കല്ലുകൾ കൊണ്ട് പണിത ഒരു മതിൽ സ്പീക്കറുടെ വസ്തുവിനെ അല്ലെങ്കിൽ കവിയുടെ വസ്തുവിനെ അയൽവാസിയുടേതിൽ നിന്ന് വേർതിരിക്കുന്നു. സ്പീക്കർ എന്ന് പറഞ്ഞാൽ ഇവിടെ കവിതയിലെ പ്രഭാഷകനാണ്. ഇൻ സ്പ്രിംഗ് ടൈം ദേ മീറ്റ് ആൻഡ് ജോയിൻ്റ്ലി മേക്ക് റിപ്പയേഴ്സ്. വസന്തകാലത്ത് അവർ ഒത്തുചേരുകയും സംയുക്തമായി അറ്റകുറ്റപ്പണികൾ നടത്തുകയും ചെയ്യുന്നു. ദ സ്പീക്കർ സീസ് നോ റീസൺ ഫോർ ദ വോൾ ടു ബി കെപ്റ്റ്. മതിൽ കെട്ടുന്നതിന് ഒരു കാരണവും കവിക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്നില്ല. ഹി ഡസ് നോട്ട് ബിലീവ് ഇൻ വോൾസ് ഫോർ ദ സേക്ക് ഓഫ് വോൾസ്. വെറുതെ മതിൽ കെട്ടാൻ വേണ്ടി മാത്രം മതിൽ കെട്ടുന്നതിൽ സ്പീക്കർ വിശ്വസിക്കുന്നില്ല. ബട്ട് ദ നെയ്ബർ സ്റ്റാൻഡ്സ് വിത്ത് ദ ഓൾഡ് സേയിങ്, ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. പക്ഷേ നല്ല വേലി നല്ല അയൽക്കാരെ ഉണ്ടാക്കും. ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ് എന്ന പരമ്പരാഗതമായ പഴഞ്ചൊല്ലിനൊപ്പം ആണ് അയൽക്കാരൻ നിൽക്കുന്നത്. രണ്ടുപേർ ചേർന്ന് കയ്യാല കെട്ടുന്നതിൻ്റെ ചിത്രമാണിത്. കയ്യാലകളുടെ ചിത്രങ്ങളാണ് ഇവയൊക്കെ. ഒരു കയ്യാലയുടെ മുൻപിൽ റോബർട്ട് ഫ്രോസ്റ്റ് നിൽക്കുന്നത് നമുക്ക് കാണാം. ഇനി നമുക്ക് കവിതയിലേക്ക് പോകാം. നമുക്ക് ആ കവിത മുഴുവൻ ഒന്ന് വായിക്കാം. ലെറ്റ്സ് റീഡ് ദ പോം മെൻഡിങ് വോൾ. Something there is that doesn't love a wall, that sends the frozen ground swell under it, and spills the upper boulders in the sun, and makes gaps even two can pass abreast. The work of hunters is another thing. I have come after them and made repair, where they have left not one stone on a stone, but they would have the rabbit out of hiding, to please the yelping dogs. The gaps I mean, no one has seen them made or heard them made, but at spring mending time we find them there. I let my neighbor know beyond the hill, and on a day we meet to walk the line, and set the wall between us once again. We keep the wall between us as we go, to each the boulders that have fallen to each, and some are loaves and some so nearly balls. We have to use a spell to make them balance. Stay where you are until our backs are turned. We wear our fingers rough with handling them. Oh, just another kind of outdoor game, one on a side. It comes to little more. There where it is we do not need the wall. He is all pine and I am apple orchard. My apple trees will never get across, and eat the cones under his pines, I tell him. He only says, good fences make good neighbors. Spring is the mischief in me, and I wonder, if I could put a notion in his head, why do they make good neighbors? Isn't it? Where there are cows. But here there are no cows. Before I built a wall I'd ask to know what I was walling in or walling out, and to whom I was like to give offense. Something there is that doesn't love a wall, that wants it down. I could say, elves, to him. But it's not elves exactly, and I'd rather he said it for himself. I see him there, bringing a stone grasped firmly by the top, in each hand, like an old stone savage armed. He moves in darkness as it seems to me, Tilda, not of woods only and the shade of trees. He will not go behind his father's saying, and he likes having thought of it so well. He says again, good fences make good neighbors. Now let's study the poem Mending Wall. കവിതയിലേക്ക് നമുക്ക് പോകാം.
Something there is that doesn't love a wall, that sends the frozen ground swell under it and spills the upper boulders in the sun and makes gaps even two can pass abreast. Speaker feels there is something living, natural thing which does not like walls and causes them to fall down. മതിലുകൾ ഇഷ്ടപ്പെടാത്ത ചിലത് ഇവിടെയുണ്ട് എന്ന് കവി പറയുകയാണ്. ഇവിടെ കവി എന്ന് ഉദ്ദേശിക്കുന്നത് സ്പീക്കറാണ്. കവി പറയുന്നത് മതിലുകൾ ഇഷ്ടപ്പെടാത്ത ചിലത് മതിലിനിടയിലുള്ള മരവിച്ച നിലത്തെ വികസിപ്പിക്കുന്നു. ഈ വികാസം കാരണം മതിലിനുള്ളിൽ വിള്ളലുകൾ വീഴുന്നു. ഇക്കാരണത്താൽ മതിലിൻ്റെ മുകളിലെ കല്ലുകൾ വശങ്ങളിലേക്ക് വീഴുന്നു. ചുമരിൽ നിന്ന് കല്ലുകൾ വീഴുന്നതിനാൽ മതിലിന് വിടവുകൾ ഉണ്ടാകുന്നു. രണ്ടു പേർക്ക് കടന്നു പോകാവുന്ന അത്രയും വലിയ വിടവുകളാണ് ഉണ്ടാകുന്നത്. ഇവിടെ സംതിങ് എന്ന് പറയുന്നത് സെൻസ് ഓഫ് മിസ്റ്ററി കനോട്ട് ബി റാഷണലൈസ്ഡ്. ഒരു ദുരൂഹത നിറഞ്ഞ ഒരു കാര്യമാണ്. അതിനെ നമുക്ക് പ്രായോഗികമായി വിലയിരുത്താനാവില്ല. ഒരുപക്ഷെ മനുഷ്യരാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും സൂപ്പർ നാച്ചുറലായിട്ടുള്ള എന്തെങ്കിലും ആകാം, അമാനുഷികമായിട്ടുള്ള എന്തെങ്കിലും ആവാം. ഇവിടെ കവി പറയുന്നത് മതിലുകൾ ഇഷ്ടമില്ലാത്ത എന്തോ ഒന്ന് ഇവിടെയുണ്ട്. മതിൽ എന്ന ആശയത്തെയോ മതിലുകൾ പണിയുന്നതിനോ കവിക്ക് താല്പര്യമില്ല. അപ്പോൾ കവി തന്നെ പറയുകയാണ്, മതിലുകൾ ഇഷ്ടമില്ലാത്ത എന്തോ ഒന്ന് ഇവിടെ ഈ പ്രകൃതിയിലുണ്ട്. മറ്റൊരു എക്സ്പ്ലനേഷനിലേക്ക് നമുക്ക് പോകാം. ദ ഗ്രൗണ്ട് സ്വെൽസ് അണ്ടർ ദ വോൾ ആൻഡ് കോസസ് ദ ബോൾഡേഴ്സ് ടു കൊളാപ്സ്. മതിലുകൾ നിൽക്കുന്ന സ്ഥലം വികസിച്ച് പാറക്കല്ലുകൾ താഴേക്ക് ഉരുണ്ടു പോകുന്നു. വി നോ ദാറ്റ് വാട്ടർ പാർട്ടിക്കിൾസ് സ്വെൽ വെൻ ഫ്രോസൺ ആൻഡ് ഷ്രിങ്ക് വെൻ വാം. നമുക്കറിയാം, നല്ല തണുപ്പുള്ള സ്ഥലത്ത് ജലകണികകൾ വികസിക്കുകയും ജലകണികൾ വികസിക്കുമ്പോഴേക്കും അതിന് മുകളിൽ പാറക്കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അവ താഴെ വീഴാൻ സാധ്യതയുണ്ട്. The missing boulders form gaps in the wall that are big enough for two people to walk through side by side. ഇങ്ങനെയുണ്ടാകുന്ന വിള്ളലുകൾ വളരെ വലുതാണ്. രണ്ടു പേർക്ക് ആ വിള്ളലുകളിലൂടെ കടന്ന് ഇരുവശത്തേക്കും പോകാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഈ കവി പറയുന്നത് നേച്ചർ അപ്പിയേഴ്സ് കണ്ടംപ്റ്റസ് ഓഫ് മാൻസ് എഫോർട്സ്. പ്രകൃതിക്ക് മതിലുകളോട് ഒരു പുച്ഛഭാവമാണ് എന്നാണ് ഇവിടെ കവി വിലയിരുത്തുന്നത്. നോക്കിക്കേ, ഈ 4 ലൈൻസ് അർത്ഥമാക്കുന്നത് our speaker imagines that the something asks nature to cool down the earth below the wall and damage the upper boulders in the wall, thus wreaking havoc upon the wall itself. നമ്മുടെ കവി പറയുന്നത് ഏതോ ദുരൂഹമായ ഒരു ശക്തി, പ്രകൃതിയിലുള്ള ഏതോ ഒരു ശക്തി ജലഗണികളോട് വികസിക്കാൻ പറയുകയും അതുമൂലം കയ്യാലുകൾക്ക് വിള്ളലുകൾ വരുത്തുകയും ചെയ്യുന്നു. അടുത്ത 5 ലൈൻസിലേക്ക് നമുക്ക് പോകാം. ദ വർക്ക് ഓഫ് ഹണ്ടേഴ്സ് ഈസ് അനദർ തിങ്. ഐ ഹാവ് കം ആഫ്റ്റർ ദം ആൻഡ് മെയ്ഡ് റിപ്പയർ വേർ ദേ ഹാവ് ലെഫ്റ്റ് നോട്ട് വൺ സ്റ്റോൺ ഓൺ എ സ്റ്റോൺ ബട്ട് ദേ വുഡ് ഹാവ് ദ റാബിറ്റ് ഔട്ട് ഓഫ് ഹൈഡിങ് ടു പ്ലീസ് ദ ഹെൽപ്പിംഗ് ഡോഗ്സ്. വേട്ടക്കാരും വിടവുകളിലേക്ക് കടന്നു കയറുന്നു. അവർ പോയ ഉടനെ ഞാൻ അവരുടെ പിന്നാലെ വന്നു തകർന്ന മതിലുകൾ നന്നാക്കുന്നു. ചിലപ്പോൾ ഒരു കല്ലിന് മുകളിൽ മറ്റൊരു കല്ലുപോലും കാണില്ല. കുരയ്ക്കുന്ന നായ്ക്കളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി വേട്ടക്കാർ മതിലിനിടയിൽ ഒളിച്ചിരിക്കുന്ന മുയലുകളെ കല്ലുകൾ ഇളക്കി മാറ്റി പുറത്തു കൊണ്ടുവരും. സംടൈംസ് ഹീ ക്യാൻ സീ ദാറ്റ് ഹണ്ടേഴ്സ് ഹാവ് ബ്രോക്കൺ ദ വോൾ ഡൗൺ. ചിലപ്പോൾ കവിക്ക് കാണാൻ സാധിക്കും വേട്ടക്കാർ ആണ് ഈ മതിലുകൾ നശിപ്പിക്കുന്നത്. ലിറ്റിൽ ബണ്ണീസ് ലൈക്ക് ടു ഹൈഡ് ഇൻസൈഡ് ദ വോൾ ഫ്രം ദ ഹണ്ടേഴ്സ് ആൻഡ് സോ ഇൻ ടേൺ ദ ഹണ്ടേഴ്സ് ടിയർ ഡൗൺ ദ വോൾ ടു ഫൈൻഡ് ദം. ചെറിയ മുയലുകളൊക്കെ, ലിറ്റിൽ ബണ്ണീസ്, അവയൊക്കെ സുരക്ഷിതമായി ഇരിക്കുന്ന സ്ഥലങ്ങളാണ് ഈ കയ്യാലകൾ. തങ്ങളുടെ വേട്ടപ്പട്ടികളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ചില വേട്ടക്കാർ ഈ കയ്യാലകൾക്കിടയിൽ ഒളിച്ചിരിക്കുന്ന മുയലുകളെ കണ്ടെത്തുകയും ഓടിച്ചു വിടുകയും ചെയ്യുന്നു തങ്ങളുടെ വേട്ടപ്പട്ടികൾക്ക് ഭക്ഷണത്തിന് വേണ്ടി. ഐ ഹാവ് കം ആഫ്റ്റർ ദം ആൻഡ് മെയ്ഡ് റിപ്പയർ എന്ന് പറയുമ്പോൾ ദ പോയിറ്റ് റിപ്പയേഴ്സ് ദ ഗ്യാപ്സ് ആഫ്റ്റർ ദേ ലീവ്. അതൊരു പ്രോസസ്സാണ്. ചിലപ്പോഴൊക്കെ ഞാൻ വന്ന് നോക്കുമ്പോഴേക്കും ഈ കയ്യാലുകളൊക്കെ തകർന്ന് കിടക്കുന്നതും ഞാൻ ചിലപ്പോൾ അതൊക്കെ നന്നാക്കാറുമുണ്ട്. അത് ഒരു പ്രോസസ്സാണ്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഐ ഹാവ് കം ആഫ്റ്റർ ദം ആൻഡ് മെയ്ഡ് റിപ്പയർ എന്ന് കവി പറയുന്നത്. അടുത്ത 3 ലൈൻസിലേക്ക് നമുക്ക് പോകാം. The gaps I mean, no one has seen them made or heard them made, but at spring melting time we find them there. കല്ലുകൾ താഴേക്ക് വീഴുന്നതിലൂടെ ഉണ്ടാകുന്ന വിള്ളലുകൾ എങ്ങനെയാണ് വരുന്നതെന്നോ ആരാണ് അവ സൃഷ്ടിക്കുന്നതെന്നോ ആർക്കും അറിയില്ല. ആരും നേരിട്ട് കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ മതിലുകളുടെ അറ്റകുറ്റപ്പണി സമയമായ സ്പ്രിംഗ് സീസണിൽ, വസന്തകാലത്ത് വിടവുകൾ അവിടെ കാണാൻ നമുക്ക് സാധിക്കും. ദ ഗ്യാപ്സ് ഹി ഫൈൻസ് ആർ ദോസ് ദാറ്റ് അപ്പിയർ മിസ്റ്റീരിയസ്ലി. കവി പറയുന്നത് ഈ വിള്ളലുകളൊക്കെ എങ്ങനെയാണ് ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഇത് വളരെ ദുരൂഹമാണ്. നമ്മളൊരു സുപ്രഭാതത്തിൽ അവിടെ ചെല്ലുമ്പോൾ ദാ ഇങ്ങനെ വിള്ളലുകൾ ഉണ്ടായി കിടക്കുന്നു. ഇറ്റ്സ് സോ സീക്രട്ട് ദാറ്റ് നോ വൺ സീസ് ഓർ ഹിയേഴ്സ് ഇറ്റ് മേക്ക് ഗ്യാപ്സ് ഇൻ ദ വോൾ
ഇത് വളരെ രഹസ്യമായിട്ടുള്ള കാര്യമാണ്. ആരും കേട്ടിട്ടുമില്ല, കണ്ടിട്ടുമില്ല ഇങ്ങനെ വിള്ളലുകൾ ഉണ്ടാകുന്നത്. ദിസ് ആഡ്സ് ടു ദ സെൻസ് ഓഫ് മിസ്റ്ററി. അപ്പോൾ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു സ്വഭാവം കവിതയ്ക്ക് കൊടുക്കുകയാണ്, ഒരു ദുരൂഹത. ആരാണിത് ചെയ്യുന്നത്? അപ്പോൾ ഒരു ദുരൂഹ സ്വഭാവം കവിതയ്ക്ക് ആദ്യമേ കൊടുക്കുകയാണ്. ദ എംഫസിസ് ഹിയർ അഗെയിൻ ഈസ് ഓൺ ദ മിസ്റ്റീരിയസ് ഫോഴ്സ് ഓഫ് നേച്ചർ ദാറ്റ് ജസ്റ്റ് ഡസൻറ്റ് ലൈക്ക് വോൾസ്. ഇവിടെ കവി പറയാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ കവി സ്ഥാപിക്കുന്നത്, ഈ മതിലുകളെ ഇഷ്ടമില്ലാത്ത എന്തോ ഒരു ശക്തി ഈ പ്രകൃതിയിൽ തന്നെ ഉണ്ട് എന്നതാണ്. ബട്ട് അറ്റ് സ്പ്രിംഗ് മെൻറ്റിംഗ് ടൈം വി ഫൈൻഡ് ദം ദെയർ. മെൻറ്റിംഗ് ടൈം എന്ന് പറയുന്നത് ഇറ്റ് സീംസ് ടു ബി എ റെഗുലർ സീസണൽ ജോബ് ദാറ്റ് ഹാപ്പൻസ് വൺസ് എ ഇയർ. മെൻറ്റിംഗ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സീസണൽ ജോബാണ്, എല്ലാ വസന്തകാലത്തും നടക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അതുകൊണ്ടാണ് മെൻറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. അടുത്ത 4 ലൈൻസിലേക്ക് നമുക്ക് പോകാം. I let my neighbor know beyond the hill, and on a day we meet to walk the line and set the wall between us once again. We keep the wall between us as we go. The speaker describes the annual tradition where he and his neighbor inspect the wall and repair any damage. The two check their calendars and decide to meet on a day when they are both free. കുന്നിനപ്പുറം താമസിക്കുന്ന തൻ്റെ അയൽക്കാരനെ മതിലിലെ വിടവുകളെക്കുറിച്ച് കവി അറിയിക്കുന്നു. കലണ്ടറുകൾ നോക്കി അനുയോജ്യമായ ഒരു ദിവസം കണ്ടുമുട്ടാനും മതിലിനരികിലൂടെ നടന്നുകൊണ്ട് മതിൽ കെട്ടാനും അവർ തീരുമാനിക്കുന്നു. നോക്കിക്കേ, ബിയോണ്ട് ദ ഹിൽ. ബിയോണ്ട് ദ ഹിൽ സ്ട്രെസ്സസ് ഡിസ്റ്റൻസ്. ദ സ്പീക്കർ ഹാസ് എ നെയ്ബർ. ദിസ് നെയ്ബർ ലിവ്സ് ബിയോണ്ട് ദ ഹിൽ. ബിയോണ്ട് ദ ഹിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദൂരമാണ് ഇവിടെ. ഇറ്റ് സ്ട്രെസ്സസ് ദ ഡിസ്റ്റൻസ്. തൻ്റെ അയൽക്കാരൻ വളരെ ദൂരെയാണ് താമസിക്കുന്നത്. കണ്ടില്ലേ, നമ്മുടെ സ്പീക്കർക്ക് ഒരു അയൽക്കാരനുണ്ട്. ദിസ് നെയ്ബർ ലീവ്സ് ബിയോണ്ട് ദ ഹിൽ. കുന്നിനപ്പുറമാണ് അദ്ദേഹം താമസിക്കുന്നത്. ഇങ്ങനൊരു അയൽക്കാരനുണ്ട് എന്ന് നമ്മൾ അറിയുന്നത് തന്നെ ഈ സ്പ്രിംഗ് സീസണിലാണ്. മതിലുകൾ കാരണമാണ്. At this point in time, the two walk the whole length of the wall which separates their properties. ഈ വസന്തകാലത്ത് രണ്ടുപേരും കയ്യാല എവിടെയാണോ തുടങ്ങുന്നത് അവിടെ മുതൽ തീരുന്നിടം വരെ അവർ നടന്ന് മുന്നോട്ട് പോകുന്നു. അവർ സ്പീക്കർ വാക്സ് ഓൺ ഹിസ് സൈഡ് ഓഫ് ദ വോൾ ആൻഡ് ഹിസ് നെയ്ബർ വാക്സ് ഓൺ ദ അതർ സൈഡ് ഓഫ് ദ വോൾ. കവി തൻ്റെ കയ്യാലയുടെ വശത്തുകൂടി നടക്കുകയും അയൽക്കാരൻ അദ്ദേഹത്തിൻ്റെ കയ്യാലയുടെ വശം ചേർന്ന് നടക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. ദേ ഫിക്സ് ദ വോൾ ആസ് ദേ ഗോ. അവർ മുന്നോട്ട് പോകുന്ന വഴിക്കാണ് അവർ കല്ലുകൾ ഫിക്സ് ചെയ്യുന്നത്. ഇരുവശങ്ങളിലേക്കും വീണ കല്ലുകൾ അവർ എടുക്കുന്നു. അവർ മതിൽ നന്നാക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ദേ ആർ വർക്കിംഗ് ടുഗദർ. അവർ ഒരുമിച്ചാണ് പണിയുന്നത്. ദ വോൾ കീപ്സ് ദം ടുഗദർ ഇൻ ദർ ടാസ്ക് ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇറ്റ് കീപ്സ് ദം എപ്പാർട്ട്. അവരെ ഒന്നിപ്പിച്ച് നിർത്തുന്നത് ഈ മതിലാണ്. അതോടൊപ്പം തന്നെ അവരെ വേർതിരിച്ച് നിർത്തുന്നതും ഈ മതിൽ തന്നെയാണ്. Now let's learn the next 4 lines. അടുത്ത 4 ലൈൻസിലേക്ക് നമുക്ക് പോകാം. To each the boulders that have fallen to each, and some are lows and some so nearly balls. We have to use a spell to make them balance. Stay where you are until our backs are turned. രണ്ടുപേരുടെയും വശങ്ങളിലേക്ക് വീണുപോയ കല്ലുകൾ ചിലത് റൊട്ടി പോലെയും മറ്റുള്ളവ പന്തുകൾ പോലെയും കാണപ്പെടുന്നു. കയ്യാലയിൽ കല്ലുകളെ ഉറപ്പിച്ചു നിർത്താൻ ഞങ്ങൾക്ക് മാന്ത്രിക വിദ്യ വേണ്ടിവരും എന്ന് കവി പറയുകയാണ്. ഞങ്ങൾ പണി കഴിഞ്ഞു പോകുന്നതുവരെ നിങ്ങളവിടെ ഒന്ന് നിൽക്കൂ എന്ന് കവി കല്ലുകളോട് പറയുകയാണ്. ആസ് ദ സ്പീക്കർ ആൻഡ് ഹിസ് നെയ്ബർ വാക്ക് ദ ലെങ്ത് ഓഫ് ദ വോൾ ദേ പിക്കപ്പ് ബോൾഡേഴ്സ് അലോങ് ദ വേ. കവിയും അയൽക്കാരനും കയ്യാലയുടെ ഇരുവശവും ചേർന്നുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ താഴെ വീണ് കിടക്കുന്ന കല്ലുകൾ അവർ പെറുക്കുകയും അത് കയ്യാലയിൽ ഫിക്സ് ചെയ്ത് വെക്കുകയും ചെയ്യുന്നു. കയ്യാലയിൽ ഉറപ്പിച്ച് നിർത്തുകയും ചെയ്യുന്നു. Let's say a boulder falls onto our speaker's side of the wall. It's his job to replace the said boulder as they walk along. കുറച്ചുകൂടി മനസ്സിലാകുന്ന ഭാഷയിൽ പറയുകയാണെങ്കിൽ നമ്മളുടെ കവിയുടെ പറമ്പിലേക്ക് വസ്തുവിലേക്ക് വീണ കല്ലുകൾ അത് എടുത്ത് കയ്യാലയിലേക്ക് വെച്ച് ഉറപ്പിച്ച് നിർത്തേണ്ട ജോലി കവിക്കുള്ളതാണ്. അയൽക്കാരൻ്റെ വസ്തുവിലേക്ക് വീണ കല്ലുകൾ എടുത്ത് കയ്യാലയിലേക്ക് വെച്ച് ഉറപ്പിച്ച് നിർത്തേണ്ട ചുമതല അയൽക്കാരനുള്ളതാണ്. അങ്ങനെയാണ് അവർ കയ്യാലകൾ പണിതുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. സം ഓഫ് ദം ലുക്ക് ലൈക്ക് ലോസ് ഓഫ് ബ്രെഡ്. കവി പറയുകയാണ്, ചില പാറക്കല്ലുകൾ കണ്ടു കഴിഞ്ഞാൽ റൊട്ടി കഷ്ണങ്ങളെപ്പോലെ ഇരിക്കുന്നെന്ന്. അതേഴ്സ് ലുക്ക് ലൈക്ക് പെർഫെക്റ്റ്ലി ഫോം ബോൾസ്. ചില കല്ലുകൾ ഉരുണ്ട് പന്ത് പോലെ കാണപ്പെടുന്നു. നോക്കിക്കേ, ഇവിടെ കവി ഉപയോഗിച്ചിരിക്കുന്ന മെറ്റഫേഴ്സ് ആണ്. കല്ലുകളെ റൊട്ടി കഷ്ണങ്ങളാക്കി താരതമ്യം ചെയ്തിരിക്കുകയാണ്. കല്ലുകളെ
പന്തുകളായി താരതമ്യം ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ കവി മെറ്റഫേഴ്സ് ഉപയോഗിച്ചിരിക്കുന്നു. ഈ ലൈൻസിൻ്റെ എക്സ്പ്ലനേഷൻ ഒന്നുകൂടെ നമുക്ക് നോക്കാം. ദ പോയിന്റ് ഈസ് ദാറ്റ് എ ലോട്ട് ഓഫ് ദം ആർ റൗണ്ടഡ് ആൻഡ് അവർ സ്പീക്കർ ആൻഡ് ഹിസ് നെയ്ബർ ഹാവ് എ ഡിഫിക്കൽട്ട് ടൈം പുട്ടിംഗ് ദീസ് ലിറ്റിൽ ബൗൾഡേഴ്സ് ബാക്ക് ഇൻ ടു ദ വോൾ. ഈ കല്ലുകൾ മിക്കവയും ഉരുണ്ടതാണ്. അതുകൊണ്ട് തന്നെ കവിക്കും അയൽക്കാരനും വളരെ ശ്രമകരമായ ഒരു പ്രവൃത്തിയാണ് ഇവ തിരിച്ച് യഥാസ്ഥാനങ്ങളിലേക്ക് വെക്കുക എന്നുള്ളത്. ദ ബൗൾഡേഴ്സ് ഡോണ്ട് റിയലി വാണ്ട് ടു സ്റ്റേ ഇൻ ദ റൈറ്റ് പ്ലേസ്. ശരിക്കും പറഞ്ഞാൽ കല്ലുകൾക്ക്, ഉരുളൻ കല്ലുകൾക്ക് ഇവർ വെക്കുന്ന സ്ഥലത്ത് ഇരിക്കാൻ താല്പര്യമില്ല എന്ന് കവി പറയുകയാണ്. വി ഗെറ്റ് ദ സെൻസ് ദാറ്റ് ദ ബോൾഡേഴ്സ് റോൾ ഓഫ് ആസ് സൂൺ ആസ് ദ സ്പീക്കർ ആൻഡ് ഹിസ് നെയ്ബർ ട്രൈ ടു റീപ്ലേസ് ദം. കവിയും അയൽക്കാരും കൂടെ ചേർന്ന് കല്ലുകൾ ഉറപ്പിച്ച് നിർത്തിയ ഉടൻ തന്നെ ഈ കല്ലുകൾ ഉരുണ്ടു പോകാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എ ലിറ്റിൽ ബിറ്റ് ഓഫ് മാജിക് ഈസ് ഓൾസോ നീഡഡ് ടു സ്റ്റേ ദ റോക്സ് ഇൻ ദ റൈറ്റ് പ്ലേസ്. കവി പറയുകയാണ്, ഈ കല്ലുകളെ കൃത്യമായ രീതിയിൽ ഉറപ്പിച്ചു നിർത്താൻ എന്തെങ്കിലും ഒരു മാന്ത്രിക വിദ്യ കൂടി വേണ്ടി വരുമെന്ന്. ഒരു എക്സ്പ്ലനേഷൻ കൂടി നമുക്ക് നോക്കാം. ഇറ്റ്സ് ആസ് ദോ ദ സ്പീക്കർ ആൻഡ് ദ നെയ്ബർ സറണ്ടർ ടു ദ ഫാക്ട് ദാറ്റ് ദ വോൾ വിൽ ഫോൾ അപ്പാർട്ട് അഗെയിൻ സൂൺ. നമ്മുടെ കവിക്കും അയൽക്കാരനും കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. എന്നുവെച്ചാൽ ഇവർ ഈ കല്ലുകൾ യഥാസ്ഥാനത്തേക്ക് ഉറപ്പിച്ചു വെച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇവ ഉരുണ്ടു പോകാൻ സാധ്യതയുണ്ടെന്ന് അവർക്കത് നന്നായിട്ടറിയാം. ദേ സിംപ്ലി വാണ്ട് ദ വോൾ ടു സ്റ്റേ ഇൻടാക്റ്റ് ഇൻ ദെയർ പ്രസൻസ്. അവർ അത് ഉറപ്പിച്ചു വെക്കുന്ന സമയത്തെങ്കിലും ആ കല്ലുകൾ അവിടെ ഇരിക്കുമല്ലോ, അവർക്കത് മതി. പിന്നെയും അടുത്ത വസന്തകാലം വരുമല്ലോ, അപ്പോൾ അവർക്കത് ശരിയാക്കാൻ സാധിക്കും. ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് 3 ലൈൻസ്. അടുത്ത 3 ലൈൻസിലേക്ക് പോകാം. വി വെയർ അവർ ഫിംഗേഴ്സ് റഫ് വിത്ത് ഹാൻഡ്ലിംഗ് ദം. ഓ ജസ്റ്റ് അനദർ കൈൻഡ് ഓഫ് ഔട്ട്ഡോർ ഗെയിം, വൺ ഓൺ എ സൈഡ്. കല്ലുകൾ ഉയർത്തി മതിൽ കെട്ടുന്നതിലൂടെ വിരലുകൾ പരുക്കനാകുകയും വേദന എടുക്കുകയും ചെയ്യുന്നുണ്ട്. ഓ, ഇത് മറ്റൊരു തരത്തിലുള്ള ഔട്ട്ഡോർ ഗെയിമാണ്. ഒരു ടീം ഒരു വശത്തും മറുവശത്തും മറ്റൊരു ടീമും. ഇങ്ങനെയാണ് കവി ഈ മതിലുപണിയെ കാണുന്നത്. സോ വി ക്യാൻ സീ ദാറ്റ് ദർ ഈസ് എ ഡിവിഷൻ ആൻഡ് സെപ്പറേറ്റ്നെസ് ബിറ്റ്വീൻ ദ നെയ്ബേഴ്സ്. ഈ വരികളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ഡിവിഷൻ, അതുകൂടാതെ സെപ്പറേറ്റ്നെസ്. കവിയും അയൽക്കാരൻ തമ്മിലുള്ള വേർതിരിവിനെ കാണിക്കുന്നതാണ് ഈ മതിൽ. നരേറ്റേഴ്സ് ആറ്റിറ്റ്യൂഡ് ഈസ് പ്ലേഫുൾ. ഹീ കനോട്ട് ടേക്ക് ഇറ്റ് സീരിയസ്ലി ആൻഡ് ഡസൻ കൺസിഡർ ഇറ്റ് ഇമ്പോർട്ടൻറ്റ്. നോക്കിക്കേ, കവിയുടെ ഭാവം എന്ന് പറയുന്നത് ഒരു കളിച്ചിരി തമാശയിലൂടെയാണ് അദ്ദേഹം ഇതിനെ നോക്കി കാണുന്നത്. വളരെ സീരിയസ് ആയിട്ടുള്ള ഗൗരവമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിട്ട് കവി ഇതിനെ കാണുന്നില്ല. ആസ് ദ സ്പീക്കർ ആൻഡ് ഹിസ് നെയ്ബർ വാക്ക് ദ ലെങ്ത് ഓഫ് ദെയർ വോൾ, ദെയർ ഹാൻഡ്സ് ഗെറ്റ് സോർ ഫ്രം ഹാൻഡ്ലിംഗ് ഓൾ ഓഫ് ദ റോക്സ്. നമ്മുടെ കവിയും അയൽക്കാരനും കയ്യാലിയുടെ ഇരുവശവും ചേർന്ന് നടന്ന് മുന്നോട്ട് നീങ്ങിക്കൊണ്ട് കല്ലുകൾ എടുത്ത് ഈ മതിൽ പണിത് മുന്നോട്ട് പോകുമ്പോൾ കൈകൾ പരുക്കനാകുകയും വേദന എടുക്കുകയും ചെയ്യുന്നുണ്ട്. ദ സ്പീക്കർ ലൈക്കൻസ് ദ ഹോൾ പ്രോസസ് ടു എ ഗെയിം ലൈക്ക് വോളിബോൾ മേ ബി. ദ വോൾ ഈസ് ലൈക്ക് എ നെറ്റ് ആൻഡ് ദ സ്പീക്കർ ആൻഡ് ഹിസ് നെയ്ബർ ആർ ദ 2 ഒപ്പോസിംഗ് ടീംസ്. നേരത്തെ പറഞ്ഞല്ലോ, ഇതൊരു തമാശയായിട്ടാണ് നമ്മുടെ കവി കാണുന്നത്. ഇതിനെ ഒരു ഗെയിമായിട്ടാണ് അദ്ദേഹം താരതമ്യം ചെയ്യുന്നത്, ഒരു വോളിബോൾ ഗെയിം പോലെ. ഈ മതിലിനെ ഒരു നെറ്റായിട്ടാണ് നമ്മുടെ കവി കാണുന്നത്. കവിയും അയൽക്കാരനും 2 ടീമുകളായിട്ടാണ് കാണുന്നത്. അടുത്ത 6 ലൈൻസിലേക്ക് നമുക്ക് പോവാം. ലെറ്റ്സ് സ്റ്റഡി ദ നെക്സ്റ്റ് 6 ലൈൻസ്. ഇറ്റ് കംസ് ടു ലിറ്റിൽ മോർ. ദെയർ വെറൈറ്റീസ് വി ഡു നോട്ട് നീഡ് ദ വോൾ. ഹീ ഈസ് ഓൾ പൈൻ ആൻഡ് ഐ ആം ആപ്പിൾ ഓർച്ചർഡ്. My apple trees will never get across and eat the cones under his pines. I tell him. He only says, good fences make good neighbors. കുറച്ചുകൂടി പറയുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ ഇടയിൽ ഒരു മതിൽ ആവശ്യമില്ല എന്ന് കവി പറയുകയാണ്. അയൽക്കാരന് എല്ലാം പൈൻ മരങ്ങളാണ്, എൻ്റെ തോട്ടത്തിലാണെങ്കിൽ ആപ്പിൾ മരങ്ങളാണ്. എൻ്റെ ആപ്പിൾ മരങ്ങൾ ഒരിക്കലും അവൻ്റെ വേലി കടന്നു ചെന്ന് പൈൻ മരങ്ങളുടെ കായ്കൾ ഭക്ഷിക്കില്ല. അവൻ്റെ പൈൻ മരങ്ങൾ കയ്യാല കടന്ന് വന്ന് എൻ്റെ സ്ഥലത്തോട്ട് വന്ന് ആപ്പിൾ തോട്ടങ്ങൾക്ക് ഉപദ്രവം വരുത്തുകയില്ല. ഈ കാര്യങ്ങളൊക്കെ അയൽക്കാരനോട് ഞാൻ പറയുമ്പോൾ നല്ല വേലികൾ നല്ല അയൽക്കാരെ ഉണ്ടാക്കും എന്ന് മാത്രമാണ് അദ്ദേഹം പറയുന്നത്. പൈൻ കോൺസ് എന്ന് പറയുന്നത് പൈൻ മരങ്ങളുടെ കായാണ്. ഇതാ ഇവിടെ ഈ ചിത്രത്തിൽ കാണുന്നതാണ് പൈൻ കോൺ. നമുക്ക് കുറച്ചുകൂടി ഒരു എക്സ്പ്ലനേഷനിലേക്ക് പോകാം. ഡ്യൂറിങ് ദിസ് മെൻറ്റിംഗ് ദ നരേറ്റർ തിങ്സ് ഓഫ് ദ അട്ടർ ഫൂളിഷ്നെസ് ഓഫ് ദിസ് ആക്ടിവിറ്റി. ഇൻഫാക്ട് ദർ ഈസ് നോ നീഡ് ഓഫ് എ വോൾ ബിറ്റ്വീൻ ദം. മതിൽ പണിയുന്നതിനിടയ്ക്ക് ഈ മതിലുപണി എന്ന് പറയുന്ന പരമവിഡ്ഢിത്തത്തെക്കുറിച്ച് കവി പറയുകയാണ്. മതിൽ പണിയുന്നതിൻ്റെ യാതൊരു ആവശ്യവും ഇല്ല എന്ന് അദ്ദേഹം പറയുകയാണ്. പല കാര്യങ്ങളിലൂടെ അദ്ദേഹം അത് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. ഹി ഹാസ് ഓൺലി ആപ്പിൾ ട്രീസ് ആൻഡ് ഹിസ് നെയ്ബർ ഹാസ് പൈൻ. ഹിസ് ആപ്പിൾ ട്രീസ് വുഡ് നെവർ ക്രോസ് ദ ബോർഡർ ആൻഡ് ഈറ്റ് അപ്പ് ദ പൈൻ കോൺസ്. സോ ദർ ഈസ് നോ പോസിബിലിറ്റി ഓഫ് കോസിങ് ഒഫൻസ് ടു ദ അതർ. അയൽക്കാരന് പൈൻ മരങ്ങളാണ്, എനിക്ക് ആപ്പിൾ മരങ്ങളുമാണ്.
പരസ്പരം യാതൊരു രീതിയിലുമുള്ള നിയമലംഘനങ്ങൾ അവിടെ വരുന്നില്ല. പിന്നെ എന്തിനാണ് മതിലുകൾ എന്നാണ് കവി ചോദിക്കുന്നത്. ഇൻ റെസ്പോൺസ് ടു ദ സ്പീക്കേഴ്സ് ആർഗ്യുമെൻറ്റ് ദ നെയ്ബർ സിംപ്ലി സെയ്സ് ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. പല കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ കവി മതിലുകൾ ആവശ്യമില്ല എന്ന് സ്ഥാപിക്കുമ്പോൾ അയൽക്കാരൻ പറയുന്നത് എപ്പോഴും ഒരു കാര്യം മാത്രമാണ്, ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. നല്ല മതിലുകൾ നല്ല അയൽക്കാരെ സൃഷ്ടിക്കുന്നു. ഇറ്റ് മീൻസ് ദാറ്റ് ദിസ് നെയ്ബർ ലൈക്സ് ഹിസ് പ്രൈവസി ആൻഡ് ഹിസ് ഓൺ സ്പേസ്. അയൽക്കാരൻ്റെ സ്വഭാവം നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള പ്രൈവസി, സ്വകാര്യത ആവശ്യമാണ്. അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള സ്ഥലം ആവശ്യമാണ്. തീർച്ചയായിട്ടും ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മുടേതായിട്ടുള്ള സ്വകാര്യതകളും നമ്മുടേതായിട്ടുള്ള സ്പേസും നമുക്ക് ആവശ്യമാണ്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ ജീവിതത്തിൽ വരും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും നല്ലതാണ് എന്നാണ് അയൽക്കാരൻ പറയുന്നത്. ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് 3 ലൈൻസ്. അടുത്ത 3 ലൈൻസിലേക്ക് നമുക്ക് പോകാം. സ്പ്രിംഗ് ഈസ് ദ മിസ്ചീഫ് ഇൻ മീ ആൻഡ് ഐ വണ്ടർ ഇഫ് ഐ കുഡ് പുട്ട് എ നോഷൻ ഇൻ ഹിസ് ഹെഡ് വൈ ഡു ദേ മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. വസന്തകാലം എന്നിൽ പുതിയ കുസൃതികൾ, കുഴപ്പങ്ങൾ അല്ലെങ്കിൽ വികൃതികൾ ഉണ്ടാക്കുകയാണ്. അവൻ്റെ തലയിൽ മതിലുകൾ ആവശ്യമില്ല എന്നെൻ്റെ ആശയം അടിച്ചേൽപ്പിക്കുവാൻ കഴിയുമോ എന്ന് ഞാൻ അത്ഭുതപ്പെടുന്നു. എന്തുകൊണ്ടാണ് നല്ല മതിലുകൾ നല്ല അയൽക്കാരെ സൃഷ്ടിക്കുന്നത്? സ്പ്രിംഗ് ടൈം ഈസ് സീൻ ആസ് എ ടൈം ഓഫ് ഗ്രോത്ത്, റിന്യൂവൽ, ഓഫ് ന്യൂ ലൈഫ്, ഓഫ് ഷിയർ ജോയ് ആൻഡ് ഹാപ്പിനെസ്. ഇറ്റ് സീംസ് ടു ഇൻസ്പയർ എ പ്ലേഫുൾ മിസ്ചീവിയസ് സ്പിരിറ്റ് ഇൻ ദ സ്പീക്കർ. നമുക്കറിയാം, വസന്തകാലം എന്ന് പറയുന്നത് വളർച്ചയുടെയും ഉണർവിൻ്റെയും പുതിയ ജീവിതത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ സമയമാണ്. അങ്ങനെയാണ് നമ്മൾ വസന്തകാലത്തെ കാണുന്നത്. ഇത് സ്പീക്കറിൽ കളിച്ചിരിയും കുസൃതിയും വികൃതിയും ഒക്കെ ജനിപ്പിക്കുകയാണ്. ഈ വസന്തകാലത്ത് അവൻ വളരെ ആഹ്ലാദഭരിതമായ മാനസികാവസ്ഥയിലാണ്. അതിനാൽ മതിൽ വേണ്ട എന്ന തൻ്റെ നയം പിന്തുടരാനും ഈ പ്രവർത്തനത്തിൻ്റെ വിഡ്ഢിത്തത്തെക്കുറിച്ച് അയൽക്കാരനെ ചിന്തിപ്പിക്കാനും അവൻ വീണ്ടും തീരുമാനിക്കുകയാണ്. വസന്തകാലമല്ലേ, പുതിയ കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യമല്ലേ, അപ്പോൾ ഒന്നുകൂടി ഈ ആശയം അടിച്ചേൽപ്പിക്കാൻ ഒന്ന് ശ്രമിക്കാം എന്ന് കവി തീരുമാനിക്കുകയാണ്. പരമ്പരാഗതമായി ചിന്തിക്കുന്ന തൻ്റെ അയൽക്കാരൻ ഒരിക്കലും ഇത് അംഗീകരിക്കില്ല എന്ന് കവിക്ക് അറിയാമായിരിക്കാം. അതുകൊണ്ട് തന്നെ കവിക്ക് ഈ വസന്തകാലത്ത് ഇതെല്ലാം ഒരു വികൃതിയായി തോന്നുകയാണ്. He is in a very cheerful mood and so he decided to pursue his argument and make the neighbor think about utter foolishness of this activity. വളരെയധികം കുസൃതിയോടുകൂടി അല്ലെങ്കിൽ സന്തോഷത്തോടുകൂടി തന്നെ അദ്ദേഹം തൻ്റെ ആശയം പിന്തുടരുവാനും ഈ മതിലു പണിയുന്നതിലുള്ള വിഡ്ഢിത്തത്തെക്കുറിച്ച് അയൽക്കാരനെ ബോധ്യപ്പെടുത്തുവാനും ശ്രമിക്കുകയാണ്. He wants to put a notion into the head of his neighbor to ask him to explain why is it good walls make good neighbor. എന്തുകൊണ്ടാണ് നല്ല മതിലുകൾ നല്ല അയൽക്കാരനെ സൃഷ്ടിക്കുന്നത്? ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് ഒരു പുതിയ ആശയം, മതിലുകൾ പണിയേണ്ട ആവശ്യമില്ല എന്ന തൻ്റെ ന്യായം അയൽക്കാരനിൽ അടിച്ചേൽപ്പിക്കുവാനാണ് കവി ശ്രമിക്കുന്നത്. Let's go to the next 4 lines. Isn't it where there are cows? But here there are no cows. Before I built a wall, I would ask to know what I was walling in or walling out, and to whom I was like to give offense. പശുക്കൾ ഉള്ളിടത്തല്ലേ പ്രശ്നങ്ങളുള്ളൂ, എന്നാൽ ഇവിടെ പശുക്കളില്ല. ഞാൻ ഒരു മതിൽ പണിയുന്നതിന് മുമ്പ് ഞാൻ മതിൽ പണിത് എന്താണ് അടച്ചു കെട്ടി വെക്കുന്നത്, അല്ലെങ്കിൽ മതിൽ പണിത് എന്താണ് പുറത്താക്കുന്നത്, അല്ലെങ്കിൽ മതിൽ കെട്ടി എന്ത് മര്യാദ ലംഘനമാണ് ഞാൻ നടത്തുന്നതെന്ന് കണ്ടെത്താൻ ശ്രമിക്കും. There is no chance of offending as they don't have any cows at their homes. ഇവിടെ ആരും കുറ്റം ചെയ്യാൻ സാധ്യതയില്ല, കാരണം 2 പേർക്കും പശുക്കളില്ല. പശുക്കൾ ഉണ്ടെങ്കിലല്ലേ ആരുടെയെങ്കിലും പശു മറ്റുള്ളവരുടെ സ്ഥലത്തേക്ക് കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കത്തുള്ളൂ. ഇവിടെ 2 പേർക്കും പശുക്കളില്ല. The narrator tries to make his neighbor understand that they don't need a wall. മതിലിൻ്റെ ആവശ്യകത നമ്മുടെ ഇടയിൽ ഇല്ല എന്ന വസ്തുത എങ്ങനെയെങ്കിലും അയൽക്കാരനെ അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുകയാണ് നമ്മുടെ കവി. When we wall in something, we are declaring that the property is solely ours and nobody else has the right to tread upon it. We wall out or keep out everyone else from our property. നമ്മൾ മതിൽ കെട്ടുമ്പോൾ നമ്മുടെ സ്വത്ത് നമ്മുടേത് മാത്രമാണെന്നും മറ്റാർക്കും അതിൽ കയറാൻ അവകാശമില്ലെന്നും പ്രഖ്യാപിക്കുകയാണ് നമ്മൾ. മതിലുകൾ പണിത് മറ്റെല്ലാവരെയും നമ്മുടെ സ്ഥലത്ത് നിന്ന് അകറ്റി നിർത്തുകയാണ് നമ്മൾ. ഇതാണ് കവിയുടെ ആശയം. വെൻ വി വോൾ ഇൻ സംതിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മതിൽ കെട്ടി എല്ലാം അടച്ചു വെക്കുകയാണ്, അല്ലെങ്കിൽ എല്ലാം അകത്താക്കി നമ്മൾ മതിൽ കെട്ടുന്നു. വോൾ ഔട്ട് അല്ലെങ്കിൽ മതിൽ കെട്ടുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും പുറത്താക്കുകയാണ്, മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങൾ, അങ്ങനെയൊക്കെ. The speaker tells us that if he ever builds a wall, he will first ask himself why he is building the wall and what that wall's purpose is.
നമ്മുടെ കവി പറയുകയാണ്, താൻ മതിൽ പണിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്തിനാണ് മതിൽ പണിയുന്നത്, അല്ലെങ്കിൽ ഈ മതിലിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് തീർച്ചയായിട്ടും സ്വയം ചോദിക്കും. Now let's go to the next 4 lines. Something there is that doesn't love a wall, that wants it down. I could say elves to him, but it's not elves exactly, and I would rather he said it for himself. മതിലുകളെ സ്നേഹിക്കാത്ത എന്തോ ഒന്നുണ്ട്. അത് മതിലുകൾ താഴെ വീണ് കാണാൻ ആഗ്രഹിക്കുന്നു. അവർ കുട്ടിച്ചാത്തന്മാരാണ് എന്ന് എനിക്ക് പറയാൻ കഴിയും, പക്ഷേ അത് കൃത്യമായി കുട്ടിച്ചാത്തന്മാരല്ല. മതിലുകൾ അവർക്ക് ഇഷ്ടപ്പെടാത്തത് എന്തുകൊണ്ടാണ് എന്ന് അയൽക്കാരൻ തന്നെ എന്നോട് പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. The speaker doesn't want to say who is destroying the wall every time they rebuild it. He wants the neighbor to understand that walls are not being liked and hence they are being destroyed every time. ഓരോ തവണയും മതിൽ പുനർനിർമ്മിക്കുമ്പോൾ ആരാണ് നശിപ്പിക്കുന്നതെന്ന് സ്പീക്കർ പറയാൻ ആഗ്രഹിക്കുന്നില്ല. മതിലുകൾ ആർക്കും ഇഷ്ടപ്പെടുന്നില്ലെന്നും അതിനാൽ അവ ഓരോ തവണയും നശിപ്പിക്കപ്പെടുന്നുവെന്നും അയൽക്കാരൻ മനസ്സിലാക്കണമെന്ന് കവി ആഗ്രഹിക്കുകയാണ്. എൽസ് എന്ന് പറയുന്നത് സൂപ്പർ നാച്ചുറൽ സ്പിരിറ്റ്സ് ആണ്. നമുക്ക് കുട്ടിച്ചാത്തന്മാർ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. വീണ്ടും ആ 4 ലൈൻസിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് നമുക്ക് പോകാം. സം നാച്ചുറൽ ഓർ സൂപ്പർ നാച്ചുറൽ തിങ് ഇൻ നേച്ചർ ദാറ്റ് ഡസ് നോട്ട് അപ്രൂവ് ഓഫ് ദ പ്രസൻസ് ഓഫ് ദ വോൾ. മതിലുകളെ ഇഷ്ടപ്പെടാത്ത ഏതോ ദുരൂഹ ശക്തികൾ ഈ പ്രകൃതിയിലുണ്ട് എന്ന് കവി പറയുകയാണ്. Elves are small, often mischievous supernatural creatures from folklore that are known to cause damage. Elves എന്ന് പറയുന്നത് ചെറിയ കുട്ടിച്ചാത്തന്മാരെയാണ്. അതൊക്കെ കഥകളിലും ഒക്കെ നമുക്ക് വായിക്കാൻ സാധിക്കും. ചെറിയ ചെറിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന കുട്ടിച്ചാത്തന്മാർ. അവർ വലിയ കുഴപ്പങ്ങളിലൊന്നും മനുഷ്യരെ കൊണ്ട് ചാടിക്കില്ല. എന്നാൽ അവർക്ക് ഒരുപാട് കുസൃതികളുണ്ട്. They often become a scapegoat when things go wrong. മനുഷ്യരുടെ ചില പദ്ധതികൾ പാളുകയാണെങ്കിൽ അവർ ഈ കുട്ടിച്ചാത്തന്മാരിൽ കുറ്റം ആരോപിക്കാറുണ്ട്. In mending wall, the elves are a figurative way of discussing the forces that work to undo the wall. മതിലിൻ്റെ സാന്നിധ്യം അംഗീകരിക്കാത്ത ചില അമാനുഷിക കാര്യങ്ങൾ പ്രകൃതിയിലുണ്ട്. മെൻഡിങ് വോൾ എന്ന കവിതയിൽ മതിൽ തകർക്കാൻ പ്രവർത്തിക്കുന്ന ശക്തികളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനുള്ള ഒരു ആലങ്കാരിക മാർഗമാണ് ഇവിടെ എൽവ്സ് അല്ലെങ്കിൽ കുട്ടിച്ചാത്തന്മാർ. Now let's go to the next 9 lines. I see him there, bringing a stone grasped firmly by the top, in each hand like an old stone savage armed. He moves in darkness, as it seems to me, not of woods only and the shade of trees. He will not go behind his father's saying, and he likes having thought of it so well. He says again, good fences make good neighbors. ഓരോ കയ്യിലും കല്ലുകൾ എടുത്തുകൊണ്ട് ആയുധധാരിയായ ഒരു പഴയ കാട്ടാള മനുഷ്യനെ പോലെ അയാളെ ഞാൻ ഇവിടെ കാണുന്നു. അയാൾ ഇരുട്ടിലാണ് നീങ്ങുന്നത്. കാട്ടിലൂടെയും മരങ്ങളുടെ തണലുകൾക്കിടയിലൂടെയും മാത്രമല്ല നീങ്ങുന്നത്, അയാളുടെ മനസ്സും ഇരുളിലൂടെയാണ് നീങ്ങുന്നത് എന്ന് കവി പറയുകയാണ്. ഇവിടെ കവി ഒരു സിമിലി ഉപയോഗിച്ചിട്ടുണ്ട്. നെയ്ബർ, അയൽക്കാരനെ കേവ്മാൻ, പ്രാചീന ഗുഹാ മനുഷ്യനായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അയൽക്കാരൻ്റെ കയ്യിലെ പാറക്കല്ലിനെ ആയുധമായിട്ടാണ് കവി ഉപമിച്ചിരിക്കുന്നത്. സ്റ്റോൺ, കല്ലിനെ ആയുധമായിട്ട് ഇവിടെ ഉപമിച്ചിരിക്കുന്നു. The neighbor repairs the wall and as he holds onto a stone, our speaker thinks that the guy looks kind of Caveman-ish. കല്ലുകൾ കയ്യിൽ പെറുക്കിയെടുത്തുകൊണ്ട് അയൽക്കാരൻ മതിൽ നന്നാക്കുകയാണ്. ആ വ്യക്തി ഒരുതരം ഗുഹാമനുഷ്യനെ പോലെയാണ് എന്ന് സ്പീക്കർ കരുതുന്നു. He moves in darkness as it seems to me. എന്ന് പറഞ്ഞാൽ he has not moved with the times. കാലം മാറിയതറിയാതെ ഇപ്പോഴും പരമ്പരാഗതമായ ചിന്താഗതികളിൽ വിശ്വസിക്കുന്ന ഒരാളാണ് അയൽക്കാരൻ എന്നാണ് കവി ഇവിടെ ഉദ്ദേശിക്കുന്നത്. കാലം മാറിയതറിയാതെ യാത്ര ചെയ്യുന്നയാളാണ് അയൽക്കാരൻ എന്ന് കവി പറയുന്നു. He is not prepared to think beyond that which he has been taught by his father. അച്ഛൻ പഠിപ്പിച്ചതിനപ്പുറം ചിന്തിക്കാൻ അയൽക്കാരൻ തയ്യാറല്ല. What was good enough for his father is good enough for him. അച്ഛൻ എന്ത് നന്നായിരുന്നുവോ അത് അയാൾക്കും മതി. The poem ends with the repetition of his father's words. അച്ഛൻ്റെ വാക്കുകളുടെ ആവർത്തനത്തോടെയാണ് കവിത അവസാനിക്കുന്നത്. We learned that the neighbor's favorite saying, good fences make good neighbors, actually isn't his own, but dates back to his father's saying. അയൽക്കാരൻ എപ്പോഴും പറയുന്നത് ഗുഡ് ഫെൻസസ് മേക്സ് ഗുഡ് നെയ്ബേഴ്സ്, നല്ല മതിലുകൾ നല്ല അയൽക്കാരെ സൃഷ്ടിക്കും എന്നുള്ളതാണ്. ഈ കവിതയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു പഴഞ്ചൊല്ല് അല്ലെങ്കിൽ ഈ പരമ്പരാഗതമായ ചിന്താഗതി തൻ്റെ അല്ല, അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വി സീ ദ നെയ്ബർ ആസ് എ മാൻ ഓഫ് ട്രഡീഷൻ ആൻഡ് ഓൾഡ് സ്കൂൾ റൂൾസ്. അയൽക്കാരൻ എന്ന് പറയുന്നത് പരമ്പരാഗതമായ ചിന്താഗതി ഉള്ള ആളും പഴയ നിയമങ്ങളിൽ വിശ്വസിക്കുന്ന ആളുമാണ്
എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. ആസ് ഹ്യൂമൻ ബീങ്സ് വി ഓൾ വാണ്ട് ടു സ്റ്റേ കണക്റ്റഡ്. അറ്റ് ദ സെയിം ടൈം വി നീഡ് അവർ ഓൺ വേൾഡ്സ് ഡിറ്റാച്ച്ഡ് ഫ്രം അതേഴ്സ്. മനുഷ്യരായ നമ്മൾ തീർച്ചയായിട്ടും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. നമുക്ക് ബന്ധങ്ങൾ എപ്പോഴും ആവശ്യമുണ്ട്. എന്നാൽ അതേസമയം തന്നെ നമുക്ക് നമ്മുടേതായ സ്വകാര്യതകളും നമ്മുടേതായിട്ടുള്ള ഒരു ലോകവും നമുക്ക് വേണം താനും. ഇതൊക്കെ പരമ്പരാഗതമായ ചിന്താഗതികളാണ്. അപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അയൽക്കാരൻ ഇങ്ങനെയുള്ള ആളാണ് എന്ന്. റൂൾസ് ആർ മെയ്ഡ് ടു ബി ബ്രോക്കൺ. ദിസ് ഈസ് എ മോഡേൺ എലമെൻറ്റ്. നമ്മുടെ കവിയുടെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഇതാണ്. റൂൾസ് ആർ മെയ്ഡ് ടു ബി ബ്രോക്കൺ. നിയമങ്ങൾ ലംഘിക്കപ്പെടാനുള്ളതാണ് എന്നാണ് കവി പറയുന്നത്. ദ സ്പീക്കർ ക്വസ്റ്റ്യൻസ് ട്രഡീഷൻസ്. കവി പാരമ്പര്യങ്ങളെയും പരമ്പരാഗത ചിന്താഗതികളെയും ഇവിടെ ചോദ്യം ചെയ്യുകയാണ് കവിതയിലൂടെ. ദ സ്പീക്കർ ഈസ് എ പ്രാക്ടിക്കൽ മാൻ ഹൂ സീസ് ഹിംസെൽഫ് ആസ് മോർ മോഡേൺ, ഫ്രീ തിങ്കിങ് ആൻഡ് റാഷണൽ ദാൻ ഹിസ് ട്രഡീഷണൽ നെയ്ബർ. പരമ്പരാഗതമായി ചിന്തിക്കുന്ന അയൽക്കാരനേക്കാൾ ആധുനികവും സ്വതന്ത്ര ചിന്താഗതിക്കാരനും യുക്തിസഹജമായി തന്നെ കാണുകയും ചെയ്യുന്ന ഒരു പ്രായോഗിക മനുഷ്യനാണ് സ്പീക്കർ. Ultimately, the presence of the wall between the properties does ensure a quality relationship between the two neighbors. ആത്യന്തികമായി പ്രോപ്പർട്ടികൾക്കിടയിലുള്ള മതിലിൻ്റെ സാന്നിധ്യം രണ്ട് അയൽക്കാർ തമ്മിലുള്ള ഗുണനിലവാരമുള്ള ബന്ധം ഉറപ്പാക്കുന്നു. By maintaining the division between the properties, the narrator and his neighbor are able to maintain their individuality and personal identity as farmers, one of apple trees and one of pine trees. എസ്റ്റേറ്റുകൾ തമ്മിലുള്ള വിഭജനം നിലനിർത്തുന്നതിലൂടെ, മതിലുകൾ പണിത് നിലനിർത്തുന്നതിലൂടെ ആഖ്യാതാവിനും നമ്മുടെ കവിക്കും അയാളുടെ അയൽക്കാരനും കർഷകർ എന്ന നിലയിൽ അവരുടെ വ്യക്തിത്വവും അതുല്യതയും നിലനിർത്തുവാൻ കഴിയും. ഒരാൾക്ക് ആപ്പിൾ മരങ്ങളും ഒരാൾക്ക് പൈൻ മരങ്ങളും എന്ന വ്യത്യാസം നിലനിർത്താൻ മതിലിന് സാധിക്കുന്നു. Moreover, the annual act of mending the wall also provides an opportunity for the two men to interact and communicate with each other, an event that might not otherwise occur in an isolated rural environment. മാത്രമല്ല, വാർഷിക പ്രവൃത്തിയായ മതിൽ നന്നാക്കൽ രണ്ടുപേർക്കും പരസ്പരം ഇടപഴകാനും ആശയവിനിമയം നടത്താനും അവസരമൊരുക്കുന്നു. ഒരു ഒറ്റപ്പെട്ട ഗ്രാമീണ അന്തരീക്ഷത്തിൽ മതിലുകളില്ലെങ്കിൽ ഇവയൊന്നും സംഭവിക്കില്ല. The poem analyzes the nature of human relationships. കവിത മനുഷ്യബന്ധങ്ങളുടെ സ്വഭാവത്തെ വിശകലനം ചെയ്യുന്നു. എ വോൾ ദാറ്റ് മെൻസ് ഹ്യൂമൻ റിലേഷൻഷിപ്സ്. മതിൽ ഇവിടെ മനുഷ്യബന്ധങ്ങളെ പണിതെടുക്കുകയാണ്. ത്രൂ ഔട്ട് ദ പോം ദ വോൾ ഫങ്ഷൻസ് ആസ് എ മെറ്റഫർ ഇൻഡിക്കേറ്റിംഗ് ദ നീഡ് ഫോർ സൈമൾട്ടേനിയസ് കണക്ഷൻ ആൻഡ് സെപ്പറേഷൻ ബിറ്റ്വീൻ ഹ്യൂമൻ ബീങ്സ്. കവിതയിലുടനീളം മതിൽ ഒരു രൂപകമായി പ്രവർത്തിക്കുന്നു. ഇതൊരേ സമയം മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിൻ്റെയും വേർപിരിയലിൻ്റെയും ആവശ്യകതയെ സൂചിപ്പിക്കുന്നു. Plenty of symbols are used throughout this poem. The wall is the shining star of this poem. ഈ കവിതയിലുടനീളം ധാരാളം ചിഹ്നങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ കവിതയിലെ തിളങ്ങുന്ന നക്ഷത്രമാണ് മതിൽ. ഇറ്റ് യുണൈറ്റ്സ് ആസ് വെൽ ആസ് സെപ്പറേറ്റ്സ് അവർ സ്പീക്കർ ആൻഡ് ഹിസ് നെയ്ബർ. അത് നമ്മുടെ സ്പീക്കറെയും അയാളുടെ അയൽക്കാരനെയും ഒന്നിപ്പിക്കുന്നതോടൊപ്പം വേർതിരിക്കുകയും ചെയ്യുന്നു. നേച്ചർ ഈസ് എ സൈലന്റ് ക്യാരക്ടർ ഇൻ ദിസ് പോം. ഈ കവിതയിലെ നിശബ്ദ കഥാപാത്രമാണ് പ്രകൃതി. സിമിലർലി ട്രഡീഷൻ സീംസ് ടു ബി എ സൈലന്റ് സബ്ജക്റ്റ്. അതുപോലെ തന്നെ പാരമ്പര്യവും ഒരു നിശബ്ദ വിഷയമാണ് ഈ കവിതയിൽ. ഈ കവിതയുടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ കവിതയുടെ തലക്കെട്ട്, അല്ലെങ്കിൽ ദ ടൈറ്റിൽ ഓഫ് ദ പോയം. അപ്പോൾ പരീക്ഷയ്ക്ക് മെൻഡിങ് വോൾ എന്ന കവിതയിലെ മെൻഡിങ് വോൾ എന്ന തലക്കെട്ട്, ടൈറ്റിൽ, അതിനെക്കുറിച്ച് ഒരു പാരഗ്രാഫ് ഒക്കെ ചിലപ്പോൾ ചോദിക്കും. നമുക്ക് ആ മെൻഡിങ് വോൾ എന്ന പോയത്തിൻ്റെ ടൈറ്റിലിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. The title of the poem revolves around the major activity of mending a wall by the poet and his neighbor. കവിതയുടെ ശീർഷകം അല്ലെങ്കിൽ തലക്കെട്ട് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കവിയും കവിയുടെ അയൽക്കാരനും ചേർന്ന് ഒരു മതിൽ നന്നാക്കുന്ന പ്രവർത്തനത്തെ ചുറ്റിപ്പറ്റിയാണ്. ബട്ട് ഇഫ് വി സ്റ്റഡി ഡീപ്പർ വി ക്യാൻ സീ ദാറ്റ് ദിസ് ടൈറ്റിൽ ഹാസ് മോർ മീനിങ്സ്. എന്നാൽ ആഴത്തിൽ പഠിക്കുകയാണെങ്കിൽ ഈ തലക്കെട്ടിന് കൂടുതൽ അർത്ഥങ്ങൾ ഉള്ളതായി നമുക്ക് കാണാൻ സാധിക്കും. Firstly, mending can be taken as a verb, thus suggesting an action of repairing the wall. ഒന്നാമതായി മെൻഡിങ് ഒരു ക്രിയയായി നമുക്കെടുക്കാം. അങ്ങനെയെങ്കിൽ മതിൽ നന്നാക്കാനുള്ള ഒരു പ്രവൃത്തിയായി നമുക്കിതിനെ കാണാം. Secondly, mending can be taken as an adjective, where we get the idea that it is the wall that mends and not the poet or any neighbor. രണ്ടാമതായി മെൻഡിങ് എന്നതൊരു വിശേഷണമായി നമുക്കെടുക്കാം. അവിടെ മതിൽ നന്നാക്കുന്നത് കവിയോ അയൽക്കാരനോ അല്ല, മറിച്ച് മതിൽ മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾ നന്നാക്കുകയാണ്. ദ വോൾ റിപ്പയേഴ്സ് ദ റിലേഷൻ ബിറ്റ്വീൻ ഹ്യൂമൻ ബീങ്സ്. മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾ നന്നാക്കുകയാണ് ഇവിടെ മതിൽ ചെയ്യുന്നത്. The poet's importance is felt by his neighbor and the neighbor's importance is felt by the poet only in the presence of the wall.
കവിയുടെ പ്രാധാന്യം അയൽവാസിക്കും അയൽവാസിയുടെ പ്രാധാന്യം കവിക്കും അനുഭവപ്പെടുന്നത് മതിലിൻ്റെ സാന്നിധ്യത്തിൽ മാത്രമാണ്. ദ വോൾ മേക്സ് ഇൻഡിവിജ്വൽസ് ഇൻഡിസ്പെൻസിബിൾ ഫ്രം ഈച്ച് അതർ. മതിൽ വ്യക്തികളെ പരസ്പരം ഒഴിച്ചുകൂടാനാവാത്തതാക്കുന്നു. ഈ മെൻഡിങ് വോൾ എന്ന കവിത റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ ആത്മകഥ അംശങ്ങൾ അടങ്ങിയതാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. അതിന് കാരണം ഇതാണ്. നോക്കിക്കേ, ഈ ഒരു ചിത്രം കണ്ടില്ലേ? ദ പിക്ചർ യു സീ ഓൺ ദിസ് പേജ് were photographed on the Robert Frost farm in Derry, New Hampshire. Frost lived on this 30-acre farm in the southeastern corner of the state from 1900 to 1911. Although he lived in England when he wrote Mending Wall in 1913, it was on this farm where he would meet to walk the line and set the wall between us once again with his neighbor Napoleon Uwe. റോബർട്ട് ഫ്രോസ്റ്റ് അമേരിക്കയിലേക്ക് കുടിയേറി പാർക്കുന്നതിന് മുമ്പ് ഇംഗ്ലണ്ടിൽ താമസിച്ചിരുന്ന വീടിൻ്റെ ചിത്രമാണിത്. 20 ഏക്കറോളം വരുന്ന ഈ സ്ഥലത്ത് 1900 മുതൽ 1911 വരെ അദ്ദേഹം താമസിച്ചിരുന്നു. 1913 ഇംഗ്ലണ്ടിൽ വെച്ചാണ് മെൻഡിങ് വോൾ എന്ന കവിത അദ്ദേഹം എഴുതിയത്. അദ്ദേഹവും തൻ്റെ അയൽക്കാരനായ നെപ്പോളിയനുമായി ചേർന്ന് മതിലുപണിയിൽ ഏർപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കവിതയിൽ ഓട്ടോബയോഗ്രഫിക്കൽ എലമെൻറ്റ്സ്, ആത്മകഥാംശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് കവിത ഒന്നുകൂടി വായിക്കുക, അതിൻ്റെ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കുക, നന്നായി പഠിക്കുക. എല്ലാ ആശംസകളും നേരുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.